ഗൈസ്, ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മളേക്ക് അതിശയിപ്പിക്കുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയെ വഴക്ക് പറയുന്ന നമ്മുടെ ചന്ദ്രമതി. ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ആ ജോലി കിട്ടണമെങ്കിൽ ഇത്ര ലക്ഷം രൂപ, 10-14 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയുന്നത്. അമ്മ എങ്ങനെയെങ്കിലും ഇതിന്റെ ആധാരം വെച്ചിട്ടാണെങ്കിലും എനിക്കത് തരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ആകെ ഹാലിളകുവാട്ടോ. അപ്പൊ നമ്മുടെ ചന്ദ്രമതി ഇത് കേട്ടപാടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക കേട്ടോ. ഞങ്ങൾക്ക് ആകെയുള്ളത് ഈ ഒരു വീടാടാ, ഇത് നിനക്ക് തന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പോയി കിടക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ രവീന്ദ്രനും സച്ചിക്കൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. ഓ, ഇവൾ ആദ്യമായിട്ടാണല്ലോ മൂത്ത മോനെ ഇങ്ങനെ ചീത്ത പറയുന്നത് കാണുന്നത് തന്നെ. അപ്പൊ അവരിങ്ങനെ ഭയങ്കര അതിശയിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചന്ദ്രമതിയുടെ വെറും അഭിനയമാകാനാണ് സാധ്യത അല്ലേ. നമ്മുടെ അച്ഛൻ തന്നെ നമ്മുടെ ചന്ദ്രമതിയോട് വന്ന് പറയണം, എടി നീ പൈസ കൊടുത്തോ എന്ന് പറയാനുള്ള വെറും തുക്കട നാടകം തന്നെ ആയിരിക്കാനാണ് സാധ്യത. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ? നമ്മുടെ ചന്ദ്രമതി ആ ഒരു മനസ്സുകൊണ്ട് പറഞ്ഞതായിരിക്കത്തില്ല. അവരെല്ലാരും കൂടി നമ്മുടെ ചന്ദ്രമതിയെ കൊണ്ട് സമ്മതിപ്പിക്കണം ഈ ഒരു വലിയ തുക നമ്മുടെ ശ്രുതിക്ക് കൊടുക്കാൻ വേണ്ടി. അതിനു വേണ്ടിയുള്ള ഒരു വെറും നാടകം അല്ലേ. കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.